അമിതാണ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതില് 3 ഗേൾസ് അല്ലേ, ഹെലൻ, സിന്ധു ആൻഡ് ജ്യോതി. അപ്പൊ ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസാ. അപ്പൊ അവര് ഹിന്ദിയിൽ സംസാരിക്കണം. അപ്പൊ എനിക്ക് ഹിന്ദി അത്ര വശമില്ല സമയം. അന്ന് മുതലാണ് ഞാൻ ഹിന്ദി സീരിയൽ കാണാൻ തുടങ്ങിയത്. ഹിന്ദി പഠിക്കും. ഇവരെന്താ പറയുന്നത് എനിക്ക് അറിയണല്ലോ. എനിക്ക് മനസ്സിലാകുന്നതൊക്കെ. അപ്പൊ ഇവര് ഫുള്ള് അരേ മിഥുൻ ക്യാ ബോൾ റായ് ദേഷ്യം വരും. മിരി ഇങ്ങനെയായിരിക്കും നമ്മളെ കൂടെ പുറത്തു വരും കേട്ടോ. ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കാം. മിരി എങ്ങനെ എടുത്തിരുന്നുണ്ടോ ആ നാഗവല്ലിന്റെ ആ ലുക്ക് ഉണ്ടല്ലോ, ആ പുരുക എങ്ങനെ വന്നിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു 4 months ഒക്കെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ പറയും, എന്റെ ലൈഫ് കോഞ്ഞാട്ടി ആയി തോന്നി, ഇയാൾ എന്നെ ചതിക്കും തോന്നുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ആദ്യത്തെ ന്യൂ ഇയർ ഉണ്ടല്ലോ, ഫസ്റ്റ് കല്യാണം നവംബറിൽ കല്യാണം കഴിഞ്ഞു, ഡിസംബറിൽ ന്യൂ ഇയർ. അപ്പൊ മിറി ഇതുവരെ പബ്ബ് പോയിട്ടില്ല, ബാംഗ്ലൂർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനൊക്കെ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളെ. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ലീല പാലസിൽ ബാംഗ്ലൂരിൽ പാർട്ടിക്കൊക്കെ കൊണ്ടുപോയി. അവിടുന്ന് ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ട് എന്നെ കംഫർട്ടബിൾ ആക്കണ്ടേ ഫസ്റ്റ്. മിത്തോടെ ഡാൻസ് ഫ്ലോർ കണ്ടു കഴിഞ്ഞാൽ തവളനെ പോലെ തുള്ളി തുള്ളി പിന്നെ കൂടെ ജ്യോതിയും സിന്ധു ഒക്കെ ഉണ്ടായിരിക്കും. യെസ്, ജ്യോതി സിന്ധു എല്ലാരും ഉണ്ട്. അപ്പൊ ജ്യോതിന്റെ ഹസ്ബൻഡ് മലയാളി, രഞ്ജിത്തായിട്ട് ബ്രദറിനെ പോലെ നമുക്ക്. അപ്പൊ രഞ്ജിത്തായിട്ട് എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവർ ഓൾറെഡി ക്ലാഷ് ആയി നിക്കാം ഈ കപ്പിൾസ്. അപ്പൊ ഞാൻ ഇവര് ഓടിപ്പോയി എനിക്ക് കാണുന്നില്ല ഇവര്, ഭയങ്കര റഷ്യാണ് അവിടെ. അപ്പൊ ആരും ഒരാൾ എന്നെ തോണ്ടിട്ട് പോയി. അത് പറയത്തില്ല. അപ്പൊ എനിക്ക് അത് ആകട്ടെ ദേഷ്യായി, സങ്കടം വരുന്നു. അപ്പൊ ഇവരെന്നെ നോക്കുന്നും കൂടെ ഇല്ല. അപ്പൊ അന്ന് രാത്രി പാർട്ടിയൊക്കെ കഴിഞ്ഞവര് എങ്ങനെ ഉണ്ടായിരുന്നു, വെറി എൻജോയ് ചെയ്തോ? ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ 1 വർഷത്തിലാണ് ഡിവോഴ്സ് ചെയ്തത്. ഭയങ്കര സീരിയസ്. ഇവള് കരഞ്ഞ് മസ്കാര ഐലൈനർ ഒക്കെ ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോ ഒരു കാളി, ശരിക്കും ഒരു കാളി. മുടിയൽ പോകുന്ന സമയം മുടിയൊക്കെ സെറ്റായി. ഇവള് അത്രയും ഷോർട്ട് ഡ്രസ് ഒക്കെ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഭയങ്കര ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു ഞാൻ കാണുമ്പോ. അപ്പൊ ഈ ഒരു ഷോർട്ടൊക്കെ ഇട്ട് ഞാൻ നോക്കുമ്പോ ശരിക്കും ഒരു മോഡേൺ പെൺകുട്ടിയെ വെണ്ണീറിലിട്ടാൽ എങ്ങനെ ഉണ്ടാകും അതേപോലെ മുടിയൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഫുള്ള് മേക്കപ്പ് ഒക്കെ സ്പ്രെഡ് ആയി എല്ലാം സ്മഡ് ചെയ്ത് കണ്ണ് നല്ല വെള്ളമെല്ലാം വെച്ചിട്ട്. അപ്പോൾ എന്നോട് പറയാം, ഈ 1 വർഷം കൊണ്ട് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തിരിക്കും, യു ചീറ്റ് എന്നുള്ള. എനിക്കൊന്നും, ഞാനാണെങ്കിൽ ന്യൂ ഇയർ ആണല്ലോ, അപ്പൊ ആ ഒരു ഓണത്തിലായിരുന്നു ഞാൻ. ഈ പോകുന്ന വഴിക്കുള്ള എല്ലാ ആൾക്കാരും ബാംഗ്ലൂരിൽ നമ്മള് ന്യൂ ഇയറിന്റെ ദിവസം ഭയങ്കര വൈബാണല്ലോ. എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, ന്യൂ ഇയർ പറയുന്നു, ഹാപ്പി ന്യൂ ഇയർ എന്ന്. ഇവിടെ കെട്ടിപ്പിടിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുക. ന്യൂ ഇയറിന് ഫസ്റ്റ് തന്നെ വിഷ് ചെയ്തും കൂടെ ഇല്ല. ജ്യോതിനെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്.